ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന എല്ലാവരുടെയും കണ്ണും വെട്ടിച്ച്, അല്ലെങ്കിൽ എല്ലാവരെയും പറഞ്ഞു പറ്റിച്ചെന്ന് തന്നെ പറയാം, വീട്ടിൽ നിന്നും പോരാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശി വന്നു സകല ജോലികളും ഏറ്റെടുത്ത് നമ്മുടെ നയനയെ ആദർശിൻ്റെ കൂടെ പറഞ്ഞു വിടുന്നു. ആദർശിൻ്റെ കൂടെ പോകാൻ മടിച്ചു നിന്ന നയനയെ നിർബന്ധിച്ചാണ് ആദർശ് കൂടെ കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കല്യാണത്തിന് കൂടെ വരാം, എവിടെയാണ് കല്യാണം, എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നെല്ലാം മാക്സിമം ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ നയന ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും തോറും ആദർശ ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ, ആദർശേട്ടൻ്റെ മുന്നിൽ എൻ്റെ പിടിവിട്ട് പോകരുതേ എന്ന് സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച നയനെ അതിനകത്തിരിക്കുന്നത്. കാരണം പിടി വീണു പോയാൽ തൻ്റെ നുണ, അല്ലെങ്കിൽ താൻ നുണ പറയുന്നതെല്ലാം ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യും എന്നുള്ള കാര്യം നയനയ്ക്ക് അറിയാം. അപ്പോൾ ഇങ്ങനെ ആദർശം ഓരോന്ന് കുത്തി ചോദിക്കുകയാണ്. ഞാൻ ഓരോന്ന് ചോദിക്കുന്നതിനെല്ലാം നീ സഡൻ എനിക്ക് മറുപടിയൊക്കെ തരുന്നുണ്ട്, പക്ഷെ നിൻ്റെ മുഖത്ത് എന്താ ഇത്രയ്ക്ക് ടെൻഷൻ, അല്ലെങ്കിൽ ഇത്രയ്ക്ക് പ്രശ്നം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ആദർശേട്ടൻ ഇങ്ങനെ ഏത് നേരവും ഞാൻ ഒരുമാതിരി ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ കള്ളത്തരം പറയുന്നുള്ള രീതിയിൽ എന്നോട് ഇങ്ങനെ ചോദിക്കരുത്. ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ആരെയും പറ്റിച്ച് ജീവിച്ചിട്ടും ഇല്ലെന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ എനിക്കും പറ്റിക്കപ്പെടുന്നതേ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ നയന ഇങ്ങനെ ആദർശിനെ ഒന്ന് നോക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ ആദർശ് നയനയോട് ചോദിച്ചു, നിനക്ക് ഡ്രൈവ് ചെയ്യണമെന്ന്. എനിക്ക് ഡ്രൈവ് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അവിടെ എത്തുമ്പോൾ സമയം വൈകിയാലോ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരി എന്നും പറഞ്ഞു ആദർശ് വണ്ടി ഓടിച്ചുകൊണ്ട് പോവാട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ നയന പറഞ്ഞു, വണ്ടി നിർത്തിക്കോളാൻ പറഞ്ഞു. വണ്ടി നിർത്താനോ? എവിടെയാ? ഓഡിറ്റോറിയം എവിടെയാ? കുറച്ചപ്പറേ, ഞാൻ അവിടെ നിന്ന് നടന്നങ്ങ് പൊക്കോളാന്ന് പറഞ്ഞു. നടന്നെന്തിനാ പോകുന്നത്? അവിടേക്ക് പോകാൻ എന്താ കാറ് ചെല്ലില്ലേ? നിന്നെ ഞാൻ അതിൻ്റെ മുന്നിൽ ഇറക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് വണ്ടിയൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞു. വണ്ടിയൊന്നും പോകത്തില്ലെന്നോ? ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഉള്ളിലേക്ക് കയറിയത്, അപ്പോൾ നടന്നു പോകാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം വണ്ടി ചെല്ലാത്ത ഓഡിറ്റോറിയം. അപ്പോൾ പിന്നെ അവിടെ വരുന്നവരൊക്കെ എന്ത് ചെയ്യും? നീ എന്തൊക്കെയാ പറയുന്നത്? നീ പറയുന്നത് തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദർശ്. അപ്പോൾ ആദർശേട്ടാ, ഇതൊരു പഴയ ഓഡിറ്റോറിയം, അവർ വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലാത്തവരാ, അപ്പോൾ വലിയ ആർഭാടമായ കല്യാണമോ കാര്യങ്ങളോ ഒന്നും അല്ല നടത്തുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ അവിടെ വെച്ച് നടത്തുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശം ശരി ഈ പറയുന്നതൊക്കെ നേരെ തന്നെയാണല്ലോ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ നയനോട് ഇങ്ങനെ ചോദിക്കാം. അങ്ങനെ അതും ചോദിച്ച് ആദർശ് അവളെ അവിടെ ഇറക്കി വിട്ടു. അത് കഴിഞ്ഞ് ആദർശ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നയന രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയറി വരും. അപ്പം നയന കയറി വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വലിയ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ജ്വല്ലറി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു വലിയൊരു ബോർഡും വെച്ചിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് വല്ലാത്തൊരു പേടി, ഒരു ടെൻഷൻ, അങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഇത് വലിയ പാടായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷേ തൻ്റെ കഴിവിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മുടെ നയനെ അവിടെ നയന വന്ന കാര്യങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ ചെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു കൂപ്പൺ എന്തൊക്കെയോ വാങ്ങിച്ച് അങ്ങനെയൊക്കെ നയനെ ഇങ്ങനെ പോവുക. എന്നിട്ട് അവിടെ ചെന്ന് മത്സരാർത്ഥികളുടെ കൂടെ ഇരുന്നോളാനായിട്ട് അവർ പറഞ്ഞു. അങ്ങനെ നയനെ അവിടെ ചെന്നിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരെ പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി. വിളിച്ച് അങ്ങനെ ആ ഒരു കോമ്പറ്റീഷൻ്റെ കസേരകളുണ്ടല്ലോ അതിൽ കൊണ്ടുവന്ന് അങ്ങനെ ഇരുത്തി പേപ്പറും പേനയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഇരുത്തിയൊക്കെ കുറേ പേരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് നമ്മുടെ നയന ഇങ്ങനെ ടെൻഷൻ ആകുമോ, ദൈവമേ ആരും അറിയരുതേ എന്നുള്ളരുത്. എങ്ങനെയെങ്കിലും വീട്ടുകാർക്ക് കിട്ടുന്ന പൈസ കൊടുത്ത് വീട്ടിലെ അവസ്ഥയൊക്കെ അവർ പറയാതെ തന്നെ നമ്മുടെ നയനയ്ക്ക് മനസ്സിലാകും, അറിയാം. അപ്പോൾ ഒരു രീതിയിലും കയ്യിൽ നിന്ന് കാലണി എടുത്തു കൊടുത്ത് സഹായിക്കാനുള്ള അവസ്ഥ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലൊരു കാര്യത്തിന് വേണ്ടി നമ്മുടെ നയന ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആരും അറിയരുതേന്നും പറഞ്ഞിരുന്ന ടെൻഷൻ അടിച്ച് പ്രാർത്ഥനയായിട്ടിരിക്കുമ്പോൾ തൊട്ടരികിലിരിക്കുന്നവർ ചോദിച്ചു, എന്തു പറ്റി, മുഖത്താകെ ടെൻഷനാണല്ലോ, എന്താ ചിത്രം വരയ്ക്കാൻ അറിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ചിത്രം വരയ്ക്കാൻ അറിയില്ലാത്തത് കൊണ്ടല്ല, പിന്നെ ഇങ്ങനെയുള്ള കോമ്പറ്റീഷനിലൊന്നും പങ്കെടുക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പം അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ചെറിയൊരു ഇതല്ലേ, ഇങ്ങനെ നമ്മൾ ചെയ്തല്ലേ ശീലിക്കുന്നതെന്നൊക്കെ കൂടെയുള്ളവർ വളരെ പോസിറ്റീവ് മൈൻഡുള്ളവരാട്ടോ അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കുന്നത്. അങ്ങനെയുള്ളവർ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നയനയ്ക്ക് കുറച്ചുകൂടെ ഒന്ന് കോൺഫിഡൻ്റ് ഒക്കെ ആയി ഇങ്ങനെ ഇരിക്കുന്നു. നയനയ്ക്ക് നല്ല കോൺഫിഡൻ്റ് ആണ്, തൻ്റെ കഴിവിൽ നല്ല വിശ്വാസമുണ്ട്. പക്ഷേ വീട്ടിലെങ്ങാനും ആദർശെങ്ങാനും അറിഞ്ഞാൽ പണി പാളിയെന്നറിയാവുന്നതുകൊണ്ടാണ് ഈ പേടിയും വെപ്രാളവും മുഴുവൻ. അങ്ങനെ എന്തായാലും പേപ്പറും കാര്യങ്ങളെല്ലാം കൊടുത്ത് ടൈം സ്റ്റാർട്ട് ആവുമെന്നും പറഞ്ഞ് ഇവർക്ക് ടൈമും കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിത്രങ്ങൾ വരച്ച് എല്ലാവരും അവരവരുടേതായ ഫാഷനുകൾ വരച്ചു. അപ്പം നയന കുറേ നന്നായിട്ട് വരച്ചു കേട്ടോ. അങ്ങനെ വരച്ചെല്ലാം പൂർത്തിയാക്കി. അങ്ങനെ നമ്മുടെ നയന ഫസ്റ്റ് പ്രൈസ് നയനയ്ക്ക് തന്നെയാണ്, ഉറപ്പാണ്. അങ്ങനെ നയന ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറം പോയിരുന്നു. നയനയുടെ കയ്യിൽ നിന്നും ഇത് ചെക്ക് ചെയ്യാനുള്ള ഒരു പേപ്പറുകളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ നയന ഇങ്ങനെ അവിടെ
പുറത്ത് ഇറങ്ങി വെയിറ്റ് ചെയ്ത് നിൽക്കുക. കാരണം അതിൻ്റെ റിസൾട്ട് വരണം, കിട്ടുന്ന ക്യാഷ് പ്രൈസ് വാങ്ങിക്കണം, ഇതിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ നയന പുറത്ത് നിൽക്കുന്നു. ഈ സമയത്താണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശിൻ്റെ വണ്ടി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ആദർശിൻ്റെ വണ്ടി വരുന്നത് ആദ്യം നയനെ കണ്ടില്ല. നയന ഇങ്ങനെ വെപ്രാളം കയറി നടക്കുകയല്ലേ. കുറച്ച് കഴിഞ്ഞ് അങ്ങ് നോക്കിക്കഴിഞ്ഞപ്പോൾ ആദർശ് വണ്ടിയിൽ നിന്ന് വന്നിറങ്ങുന്നു. അയ്യോ ആദർശേട്ടൻ, ദൈവമേ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത്, എന്തായിരിക്കും എന്നൊക്കെ ഓർത്ത് ഭയങ്കര വെപ്രാളം കയറി ടെൻഷൻ അടിച്ച് നമ്മുടെ നയന ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ അവിടെ നിന്ന് ഒളിച്ച് നിൽക്കുക. കാരണം ആദർശ് കാണരുതല്ലോ. അപ്പോൾ ആദർശ് കയറി ചെന്നപ്പോഴത്തേക്കും വേഗം തന്നെ സംഘാടകരൊക്കെ വന്നു. എല്ലാവരും വന്ന് വളരെ കാര്യമായിട്ട് ആദർശിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടുവന്ന് കസേരയിൽ ഇരുത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മത്സരം കഴിഞ്ഞോ കാര്യങ്ങളൊക്കെ ആദർശ് വളരെ കാര്യമായിട്ട് അവരോട് ചോദിക്കുന്നു. അവരും കാര്യമായിട്ട് തന്നെ ആദർശിനോട് പറയുന്നു. അപ്പോൾ ഇതെല്ലാം അപ്പുറം മാറിയിരുന്ന് നമ്മുടെ നയനെ കാണുന്നുണ്ട്. അപ്പോഴേക്കും ഈ സമ്മാനം കൊടുക്കാൻ ഉള്ള സമയവും കാര്യങ്ങളൊക്കെ അടുത്ത് വന്നപ്പോഴത്തേക്കും മത്സരാർത്ഥികളോട് എല്ലാവരോടും അകത്ത് കയറിയിരിക്കാനായിട്ട് പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാവരും കയറിയിരിക്കുമ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ പുറത്ത് നിൽക്കുന്നു. അപ്പോൾ കൂടെയുള്ള ആൾ ചോദിച്ചു വരുന്നില്ലേ എന്ന് ചോദിച്ചു. വരുവാണെന്നും പറഞ്ഞ് നയന അകത്തേക്ക് കയറി വന്നിട്ട് ഏറ്റവും പുറകിൽ ആരും കാണാതെ പാത്തിരിക്കുവാണേ. ഈ സമയത്താണ് നമ്മുടെ ആദർശ് അവർ കൊടുത്ത പേപ്പറുകളെല്ലാം അവിടെ ഇരുന്ന് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ചിത്രം കണ്ടപ്പോൾ ആദർശിന് പെട്ടെന്ന് മെമ്മറിയിൽ അടിച്ചു, ഇത് സ്നേഹയുടെ ചിത്രമാണല്ലോ, ഇത് സ്നേഹ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ വേഗം ഒരു സന്തോഷം. കാരണം തൻ്റെ കമ്പനിക്ക് ഇത്രയും വലിയൊരു കാര്യം ചെയ്തു തരുന്ന ഒരാൾക്ക് ഇവിടെ ഒരു പ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ആദർശിന് വലിയ സന്തോഷം. അതിനപ്പുറം സ്നേഹ എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാനൊരവസരം കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും ആ ഒരു പ്രൈസ് അത് സ്നേഹയ്ക്ക് തന്നെയാണെന്ന് പാവം നമ്മുടെ ആദർശ് ഉറപ്പിച്ചു. അങ്ങനെ പേപ്പറുകളൊക്കെ മാറ്റി ഡിസൈൻസുകളൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കി എല്ലാം കൺവിൻസ് ചെയ്ത് എല്ലാം നോക്കി നയനയുടെ ചിത്രത്തിന് ഫസ്റ്റ് പ്രൈസും അടിച്ചു. അങ്ങനെ ആദർശ് ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നേ. അങ്ങനെ ആ സമയത്താണ് അവിടെ അവർ ആദർശിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതും കൊണ്ടിരുത്തുന്നതും. അങ്ങനെ അവിടെ ഇരുത്തി ഒരു ചെറിയൊരു ഫംഗ്ഷൻ പോലെ തന്നെ കാര്യങ്ങൾ. പിന്നെ അവിടെ ഇവരെല്ലാവരും സംസാരിക്കുന്നു. അതിനുശേഷം ആദർശിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ എല്ലാം പറഞ്ഞ് ആദർശിനെ ഇവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതിനുശേഷം ആദർശ് അവിടെ മൈക്കിൻ്റെ ചൂട്ടിലേക്ക് വന്ന് 2 വാക്ക് സംസാരിക്കാൻ അവർ പറഞ്ഞനുസരിച്ച് നമ്മുടെ ആദർശ് വന്ന് നിന്ന് സംസാരിക്കുക. അപ്പോൾ ആദർശ് സംസാരിക്കുന്നതൊക്കെ നയന അപ്പുറം മാറിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പേടി കൂടി. ദൈവമേ, അപ്പോൾ ആദർശേട്ടനാണ് പ്രൈസ് കൊടുക്കുന്നത്, ആദർശേട്ടൻ വിളിക്കുമ്പോൾ എനിക്ക് പോയേ പറ്റൂ, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആകെ വെപ്രാളം ടെൻഷനും ഒക്കെ കയറി ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ആദർശ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ഓരോ ചിത്രം വരച്ച ഓരോരുത്തർക്കും, അതുപോലെ തന്നെ കഴിവുകളെക്കുറിച്ച്, അതുപോലെ പെൺകുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ച്, പ്രോത്സാഹിപ്പിക്കാത്തവരെക്കുറിച്ച്, അങ്ങനെ എല്ലാം നമ്മുടെ ആദർശ് അവിടെ നിന്ന് എല്ലാവരുടെയും കേൾക്കെ പറയുന്നു. എല്ലാവരും കൈയടിച്ചത് ഭയങ്കര വലിയ കാര്യമായിട്ട് പാസ്സാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ നമുക്ക് പ്രൈസ് കിട്ടിയവരുടെ പേര് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നത്. അങ്ങനെ നമ്മുടെ ആദർശ് 3rd പ്രൈസ് കിട്ടിയ ആളെ വിളിച്ചു, അവർക്ക് സമ്മാനം കൊടുത്തു. അതുപോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് 2nd പ്രൈസ് വിളിച്ചു, അവർക്ക് സമ്മാനം കൊടുത്തു. അടുത്തത് ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ ഈ പേര് കണ്ടപ്പോൾ നമ്മുടെ ആദർശ് ഞെട്ടിപ്പോയി. ഫസ്റ്റ് പ്രൈസ് എന്താ, ആർക്കാ, നയന എന്നുള്ളൊരു പേരിൽ. ആ പേര് കണ്ടപ്പോൾ ആദർശ് നടുങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ ഫസ്റ്റ് പ്രൈസ് നയന എന്ന് പറഞ്ഞ് വിളിക്കുക, പക്ഷെ വരുന്നില്ല. നയന ഇങ്ങനെ അവിടെ ഒളിച്ചിരിക്കാം. അപ്പോഴേക്കും ബാക്കിയുള്ളവർ നയനെ കാണാതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ സംഘാടകർ എവിടെ നയന എവിടെ പോയി നയന എന്നിങ്ങനെ ഇങ്ങനെ ചോദിക്കുമ്പം എല്ലാവരും ഇങ്ങനെ നോക്കുന്നു, കണ്ടില്ലല്ലോ എന്ന്. ആ സമയത്ത് ഇങ്ങനെ സൈഡിൽ ഒരു ചേച്ചി നോക്കിയപ്പോൾ നമ്മുടെ നയൻ ഒളിച്ചിരിക്കുന്നത് കണ്ടു. ഒളിച്ചിരിക്കുന്ന നയൻ ഇവിടെ ഇരിപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും നയനോട് എഴുന്നേറ്റ് ചെല്ലാൻ പറഞ്ഞു. നയനെ എന്നിട്ട് ഇങ്ങനെ തലവഴി സാരിയൊക്കെ മൂടി ഇങ്ങനെ കയറി ചെന്ന് നയനെ കണ്ടപ്പോൾ തന്നെ ആദർശന് മനസ്സിലായി, ഈ സാരി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് വേഗം നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ, അപ്പോൾ ഇറങ്ങാൻ നേരത്ത് നയനെ ഉടുത്തിരുന്ന സാരി തന്നെയാണ് ഈ പെൺകുട്ടി ഉടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കള്ളക്കളി കയ്യോടെ പിടികൂടി. ആദർശ് എന്നിട്ട് ഇങ്ങനെ നയനയെ നോക്കുക. എന്നിട്ട് നയനയോട് കയറി വരാൻ പറഞ്ഞ് നയന ഇങ്ങനെ സാരി പുതപ്പ് മൂടി ഇങ്ങനെ വന്നു. അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇതെന്താ, പ്രൈസ് വാങ്ങിക്കാനുള്ള ആളിങ്ങനെ തലമൊഴി മൂടി നിൽക്കുന്നത്. ആ സാരിത്തും അങ്ങെടുത്ത് മാറ്റാൻ പറഞ്ഞു. നയന എന്നിട്ട് മാറ്റാൻ കൂട്ടാക്കിയില്ല. അവിടെ ഇരുന്ന സകലമാന മനുഷ്യരും പറഞ്ഞു, ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളെ ഞങ്ങൾക്ക് കാണണം, ഇത് മാറ്റെന്നും പറഞ്ഞു. അങ്ങനെ എല്ലാവരും നിർബന്ധിച്ചപ്പോഴത്തേക്കും ആദർശം പറഞ്ഞു, സാരിത്തുമ്പ് മാറ്റ്, ഇവിടെ ഇരിക്കുന്നവരൊക്കെ പ്രൈസ് കിട്ടിയ ആളെ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന മനസ്സോടെ ഇങ്ങനെ മാറ്റുന്നിട്ട് മുഖമൊക്കെ വല്ലാത്ത രീതിയിൽ പിടിച്ചു, മനസ്സിലാകരുതെന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് നയനയുടെ കുറേ കുസൃതികളും അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മുടെ ആദർശ് നയനയ്ക്ക് ആ സമ്മാനം കൊടുക്കുകയാണ്. എൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആദർശിന് ഒത്തിരി ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്, പക്ഷെ പുറത്തത് പ്രകടിപ്പിക്കാൻ അറിയില്ല, കാണിക്കില്ല. കാരണം എന്താ, നയന ഇച്ചിരൂടെ പൊങ്ങിപ്പോകും എന്നുള്ളതുകൊണ്ട്. അങ്ങനെ നമ്മുടെ നയന മുഖമൊക്കെ വല്ലാണ്ടാക്കിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് തന്നോളൂ സാറെന്ന് പറഞ്ഞ സമ്മാനം അങ്ങനെ വാങ്ങിക്കുക. അപ്പോൾ നീ ഇതിന് വേണ്ടിയിട്ടാണല്ലേ നുണയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയത്, നിനക്കിട്ടുള്ളത് ഞാൻ വീട്ടിൽ വരുമ്പോൾ തരാം,
നിന്നെ ഞാൻ നാണം കെടുത്തുമെന്നൊക്കെ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്വഭാവം ഉള്ളതാണല്ലോ, 10 പേര് കൂടി നിൽക്കുമ്പോൾ എന്നെ നാണം കെടുത്തുന്ന എന്നുള്ളൊരിത്. ഇപ്പോൾ ഈ സ്റ്റേജിൽ നിങ്ങൾ വലിയ ആളായിട്ട് വന്ന് നിൽക്കല്ലേ, നിങ്ങളെയും ഇവരുടെ മുന്നിൽ നാണം കെടുത്താൻ എനിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഇടി മിണ്ടാതിരിക്കാൻ പറഞ്ഞു ആദർശ്. അതെന്താ എന്നെ മാത്രം നാണം കെടുത്താൽ മതിയോ, നിങ്ങളെ നാണം കെടുത്തണ്ടേ എന്നൊക്കെ നയന ഇങ്ങനെ ചോദിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പ്രൈസ് കിട്ടിയ ആളോട് 2 വാക്ക് സംസാരിക്കാനായിട്ട് അവിടെ ഉള്ളവർ പറഞ്ഞു. നിങ്ങൾ കണ്ടോ, നിങ്ങളെ ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നയന അന്നേരത്തേക്കും ഈ മൈക്കിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്നത്. അങ്ങനെ മൈക്കിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിന്ന സമയത്ത് നമ്മുടെ ആദർശ് എടി എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നയനെ അന്നേരം ആദർശിൻ്റെ കുറ്റം പറയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആദർശ് നിൽക്കുന്നത്. പക്ഷേ അവിടെ പോയി നിന്ന് നമ്മുടെ നയന സംസാരിച്ചത് കേട്ട് ആദർശ് ഞെട്ടിപ്പോയി. കാരണം ആദർശ് എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്മാനെ വളരെയേറെ പുകഴ്ത്തിയാണ് നമ്മുടെ നയന സംസാരിച്ചത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും നയനയോടൊരു മതിപ്പും ബഹുമാനവും ഒക്കെ ഉണ്ടായി. അങ്ങനെ ആ ഒരു സംസാരം എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം നയനയും കൂട്ടിക്കൊണ്ട് ആദർശ് ഇങ്ങനെ വന്ന് സംസാരിക്കാം. അപ്പോഴേക്കും അവിടെ നിന്നവരൊക്കെ പറഞ്ഞു, നല്ല ഡിസൈൻ വരച്ച ആളെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD പൊക്കിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ അവർക്ക് നല്ലൊരു ഡിസൈനറേയും കൂടെ കിട്ടിയല്ലോ എന്നും പറഞ്ഞ് അടക്കം പറയും അവിടെ നിന്ന് ഓരോരുത്തർ. സന്തോഷം കണ്ടാട്ടോ, കുശുമ്പൊന്നുമല്ല. അങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വണ്ടിയിൽ കയറി ഇങ്ങനെ പോരുന്ന സമയത്ത് ആദർശ് ഇങ്ങനെ നയനയോട് ഓരോന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് പോരുന്നത് എന്തിനാ, എന്നോട് കള്ളത്തരം പറഞ്ഞ് പോരുന്ന എനിക്ക് ഇഷ്ടമല്ല, എന്നോട് കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിടുമായിരുന്നോ, ഒരിക്കലും വിടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നയനെ അന്നേരം അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡിസൈനെ പറ്റിയുള്ള കാര്യങ്ങൾ ആദർശിൻ്റെ മനസ്സിലേക്ക് വേഗം വന്നു. ആദർശ് അന്നേരം ചോദിച്ചു, ഇതിന് മുൻപ് നീ ഡിസൈൻസ് വല്ലതും ചെയ്തിട്ടുണ്ടോ, ജ്വല്ലറി ഡിസൈൻ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോഴത്തേക്കും നയന ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അന്ന് എടുത്തതും കീറിക്കളഞ്ഞതും അതിനുശേഷം പവിത്രയുടെ കയ്യിൽ കൊടുത്തു വിട്ടപ്പോൾ പവിത്രയോട് അത് നല്ലതാണെന്ന് പറഞ്ഞതും ഒക്കെ. അപ്പോഴേക്കും നമ്മുടെ നയനെ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാനാണ് ആ ചിത്രങ്ങൾ വരച്ചത്, അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഈ ചിത്രങ്ങൾ വരച്ച പരിചയം എനിക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം തീർച്ചയായും പ്രശ്നം ഉണ്ടാക്കാം, അല്ലെങ്കിൽ അത് ഞാൻ കള്ളത്തരം ചെയ്തു എന്നുള്ള രീതിയിൽ പ്രശ്നം ഉണ്ടാക്കാം. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ തുറന്ന് പറയണ്ടെന്ന് പറഞ്ഞു നയന പറയുകയാണ്. ഇല്ല, ഇതിനു മുൻപ് ഞാൻ ചിത്രങ്ങളൊന്നും വരച്ചിട്ടില്ല, ഞാൻ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ഒന്നങ്ങ് പോയെന്നേ ഉള്ളൂ, ഒരു ഇഷ്ടം തോന്നി അങ്ങ് പോയെന്നേ ഉള്ളൂ, ഇനി വേണം എനിക്കെല്ലാം ഒന്ന് പഠിക്കാനെന്നൊക്കെ പറയാം. അങ്ങനെ അതൊക്കെ കേട്ടപ്പോൾ അത് നുണയാണെന്ന് ആദർശിന് മനസ്സിലായി. പക്ഷേ ആദർശ് അതങ്ങ് സമ്മതിച്ചു കൊടുത്ത രീതിയിൽ അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും ഈ ജ്വല്ലറി മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് മേടിച്ച നമ്മുടെ നയനയ്ക്ക് ആദർശ് കൊടുത്ത സമ്മാനം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞ നയന. അങ്ങനെ ഉരുണ്ട് കളിച്ച് നയന ഒരു വഴിയായി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിയാണ് നമ്മുടെ കഥയുള്ളത്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.